മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കർണാടക കോൺഗ്രസിൽ തർക്കം തുടരുന്നു. മികച്ച വകുപ്പ് കിട്ടിയില്ലെന്ന് ആരോപിച്ച് കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വന്നു. മന്ത്രിസഭാംഗമായ കൃഷ്ണ ബൈര ഗൌഡ വകുപ്പ് തർക്കം തുടർന്ന് ഇതുവരെ ചുമതല ഏറ്റെടുത്തിട്ടില്ല. തനിക്ക് ലഭിച്ച ബംഗളൂരു വികസന വകുപ്പിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ഉപവകുപ്പുകൾ ഒഴിവാക്കിയതാണ് പ്രതിഷേധത്തിന് കാരണം. മുതിർന്ന നേതാവും മന്ത്രിസഭാംഗവുമായ KH മുനിയപ്പയ്ക്കും അതൃപ്തിയുണ്ട്. കൃഷി വകുപ്പ് ചോദിച്ചു തനിക്ക് ഭക്ഷ്യവകുപ്പ് നൽകിയെന്നാണ് പരാതി. ഭരണത്തിന് തുടക്കനാളുകളിൽ തന്നെ DK ശിവകുമാറിന് മുന്നിൽ തർക്കം വെല്ലുവിളിയാവുകയാണ്. സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, ഒരുപാട് തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് DK മുഖ്യമന്ത്രിയായത്. പക്ഷേ അതിനുശേഷവും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണോ? തീർച്ചയായും കർണാടകയിൽ വകുപ്പ് തർക്കമാണ് ഇപ്പോഴും വെല്ലുവിളിയാവുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, രാമലിംഗ റെഡ്ഡി ഒരു വിമത നീക്കവും രാജ്യപ്രഖ്യാപനവും നടത്തി. പിന്നീട് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന പുതിയ നീക്കമാണ്. ഈ കൃഷ്ണ ബൈര ഗൌഡയുടെ ആവശ്യം, തൻ്റെ ആവശ്യം പ്രധാനമായും ഈ ബംഗളൂരു വികസന വകുപ്പിൽ നിന്നും ചില ഉപവകുപ്പുകളും ചില സ്ഥാപനങ്ങളുമൊക്കെ അതിൻ്റെ ചുമതല എടുത്തു മാറ്റി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധത്തിന് കാരണം. അതുകൊണ്ട് തന്നെ ഈ ചുമതല ഏറ്റെടുക്കാൻ ഇതുവരെ കൃഷ്ണ ബൈര ഗൌഡ തയ്യാറായിട്ടില്ല. ഹൈക്കമാൻഡിന് മുന്നിൽ പരാതി എത്തിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും തൻ്റെ പരാതി അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നീക്കം. അതേസമയം KH മുനിയപ്പ മന്ത്രിസഭാംഗത്വം ഏറ്റെടുത്തെങ്കിൽ കൂടിയും തൻ്റെ പ്രതിഷേധം അദ്ദേഹം പരസ്യമാക്കിയിട്ടുണ്ട്. കൃഷി വകുപ്പാണ് അദ്ദേഹം ചോദിച്ചത്, പക്ഷേ അദ്ദേഹത്തിന് സിവിൽ സപ്ലൈസ് വകുപ്പാണ് കൈമാറിയത്. ഇതിൽ തനിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. വകുപ്പ് വിഭജനത്തിൽ സീനിയോറിറ്റിയാണ് പരിഗണിക്കേണ്ടതെങ്കിൽ അതിൻ്റെ സീനിയോറിറ്റി താൻ 8 തവണ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഇതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KH മുനിയപ്പ ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത്. തീരുന്നില്ല. ഡെപ്യൂട്ടി മുഖ്യമന്ത്രി കൂടിയായ ഉപമുഖ്യമന്ത്രി കൂടിയായ പരമേശ്വര മറ്റൊരു വാദം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തനിക്ക് മുഖ്യമന്ത്രി ആവേണ്ടതാണ്, ഇത്തവണയെങ്കിലും തൻ്റെ ആവശ്യം പരിഗണിക്കുമെന്ന് കരുതുന്നു. താൻ ഇപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരനാണ്, അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആക്കേണ്ടതായിരുന്നു എന്ന നിലപാട് കൂടി അദ്ദേഹം പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതൃപ്തികൾ പല രീതിയിൽ കർണാടകയിൽ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. DK ശിവകുമാറിന് മുന്നിൽ അവശേഷിക്കുന്ന ഇനി 2 കൊല്ലം, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള 2 കൊല്ലം മികച്ച രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ മന്ത്രിസഭയിലെ ഈ കല്ലുകടികൾ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കുമെന്നായിരിക്കും അദ്ദേഹത്തിന് മുന്നിലുണ്ടാവുന്ന ചോദ്യം. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.